ഹലോ ഗായ്സ്, കഴിഞ്ഞ വർഷം തൊട്ടേ ഉള്ള എൻ്റെ ആഗ്രഹമാണ് വെക്കേഷന് വന്നാൽ എന്തായാലും ഗുരുവായൂരമ്പലത്തിൽ പോകണം എന്നുള്ളത്. ആണെങ്കിൽ വന്ദേ ഭാരതിൽ ഇതുവരെ കയറിയിട്ടുണ്ടായില്ല. അപ്പോൾ കയറാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് കൂടെ ഉണ്ടായിരുന്നു. കാരണം എങ്ങനെയാണ് സെറ്റപ്പ് എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. 80 റുപ്പീസിനാണ് ഈ ഒരു സ്നാക്ക് ട്രേ കിട്ടുന്നത്. വട ഒഴികെ ബാക്കിയെല്ലാം നല്ല ഉണ്ടായിരുന്നു. നമ്മൾ വൈകുന്നേരം എത്തിയ ഉടനെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എത്തിയപ്പോഴേക്കും നടയടച്ചു, കാരണം കുറച്ച് ലേറ്റായി എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉള്ളിൽ കയറി തൊഴുത് പിന്നെ റൈറ്റും ലെഫ്റ്റുമുള്ള കുറേ ചന്തകളൊക്കെ നോക്കി അവിടെ നിന്ന് ഓരോ സാധനങ്ങൾ വാങ്ങി അങ്ങനെ നടന്നു. അത് കഴിഞ്ഞ് പുലർച്ചെ ഒരു 3:30-4 മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് നമ്മൾ തൊഴാൻ വേണ്ടിയിട്ട്, അകത്ത് കയറാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നേരത്തെ പോയിട്ടുണ്ടായി. നമ്മളൊരു 3:30-4 മണി തൊട്ട് 7:30 വരെ ആ ഒരു ക്യൂവിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം തൊട്ട് ഒരുപാട് കല്യാണം പിന്നെ നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ തൊഴലൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ഒരു ചേച്ചി ലോട്ടറി വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അത് മാവേലിയുടെ സ്റ്റൈലിൽ. പിന്നെ അവിടെ നിന്ന് ഒരു മുല്ലപ്പൂ വാങ്ങി. അത് കഴിഞ്ഞിട്ട് മമ്മിയൂർ അമ്പലത്തിലേക്ക് പോയി. നല്ല വെയിലായിരുന്നു ഈ ഒരു ദിവസം. ഞാൻ ഫുൾ ടയേർഡായിട്ടുണ്ടായിരുന്നു. ഇതാണ് മമ്മിയൂർ അമ്പലം. ഗുരുവായൂർ പോയാൽ എന്തായാലും മമ്മിയൂർ വരണമെന്നാണ് പറയാറ്. അപ്പോൾ ഇവിടെ വന്നു, തൊഴുതു. അങ്ങനെ തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വിട്ടത് നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അത് പ്രോപ്പർ തൃശ്ശൂരാണ്. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ സ്നേഹതീരം ബീച്ചിലേക്ക് പോയി. നല്ല രസമുണ്ട് കേട്ടോ അവിടെ ഇരിക്കാൻ, നമ്മുടെ നാട്ടിലെ പോലെയൊക്കെ തന്നെ. അങ്ങനെ ഒരു 3 ഐസ്ക്രീമൊക്കെ വാങ്ങി കുട്ടികളുടെ കൂടെ ഇരുന്ന് സംസാരിച്ച് കുറച്ച് നേരം കത്തിയൊക്കെ അടിച്ച് വീണ്ടും വീട്ടിൽ പോയി അവരുടെ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു. ഇതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കാരണം നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം സംസാരിക്കാൻ ടൈം കിട്ടിയോണ്ട് ഞാൻ ഫോണും കൊണ്ടൊന്നും നടന്നില്ല. അവിടെ കുറേ നമുക്കിങ്ങനെ കല്ലുണ്ട്. അമ്പലത്തിൽ പോയപ്പോൾ ഈ ഒരു കോലത്തിലാണ് കേട്ടോ പോയത്. പക്ഷെ തിരിച്ച് വന്നപ്പോഴത്തേക്കിനും ഈ ഒരു കോലായി, ഫുൾ ടയേർഡായിട്ട്. ഇതൊക്കെ നമ്മൾ പോയതിന് ശേഷം എടുത്തതാണ്. പിന്നെ നമ്മൾ ബീച്ചിൽ പോയപ്പോൾ എടുത്തത്. എൻ്റെ അനിയത്തി കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തലേന്ന് എടുത്ത ഫോട്ടോ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ടാറ്റാ.